പ്രിയമുള്ളവരെ, നമ്മളുടെ വിഷയം ഇന്ന് UDF നിയമസഭയിൽ ഉന്നയിക്കുവാൻ ശ്രമിച്ചിട്ട് അനുമതി നിഷേധിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ പ്രതിപക്ഷ നേതാവിനെ ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മുൻ മന്ത്രി ഇപ്പോഴത്തെ MLA ശ്രീ രമേശ് ചെന്നിത്തല സാർ ഇവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീ സിദ്ദീഖ് MLA, എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹമാണ് ആദ്യമായി ഈ പ്രാവശ്യം നമ്മുടെ വിഷയം സഭയിൽ അവതരിപ്പിച്ചത്. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സഭ സ്തംഭിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമ്മളുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ നിന്ന് ഇവരെത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ഈ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഈ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കള്ളപ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതൊരു അതിജീവന സമരമാണ്. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനാണെന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം മുതൽ ഇതിനകത്ത് ഇവർ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും സമരത്തിനെതിരെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നാനാ തുറകളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പിന്തുണ, ഈ സമരത്തിന്റെ നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ പിന്നോട്ട് പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടൊപ്പമാണ് ഈ കേരളത്തിന്റെ പൊതുസമൂഹവും രാഷ്ട്രീയ നേതാക്കന്മാരും MLA-മാരും അടക്കം എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അകമഴിഞ്ഞ നന്ദി നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ്. ഈ സമരഭൂമിയിൽ മൂന്നാമത്തെ തവണയാണ് ശ്രീ രമേശ് ചെന്നിത്തല സാർ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ആശാ വർക്കർമാരെ, പ്രിയങ്കരനായ KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റും MLA-യുമായ ശ്രീ സിദ്ദീഖ്, ആദ്യമായി നിയമസഭയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നം ഉന്നയിച്ച പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട മിനി, ശൈല, ബിന്ദു, സതി ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാരായ അവരുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരള നിയമസഭ സ്തംഭിച്ചിരിക്കുകയാണ്. സ്തംഭിക്കാനുള്ള കാരണം ആശാ വർക്കർമാരുടെ പ്രശ്നം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാക്കൂട്ടത്തിലാണ് അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത്. ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചത്. അവർ പറയുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും കാര്യമില്ല എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. വളരെ നിഷേധാത്മകമായ സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് UDF ആണ് ഭരണത്തിലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് ഇത്രയും ദിവസം, ഇന്ന് 22ാമത്തെ 23ാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. കർണാടകത്തിൽ ആശാ വർക്കർമാർ സമരം ചെയ്തപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും ആശാ വർക്കേഴ്സിന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും ഉന്നത ഉദ്യോഗസ്ഥനെ സമരം ചെയ്യുന്നവരുടെ അടുക്കലേക്ക് വിട്ട് ആ പ്രശ്നത്തിന് മുഴുവൻ പരിഹാരം കാണുകയും ചെയ്തു. ആശാ വർക്കർമാരെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM-ന്റെ തീരുമാനം. എന്റെ മന്ത്രി പ്രസംഗിച്ചു. മിനി കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് മത്സരിച്ചതാണ്. മന്ത്രി പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കതറിയാം. ഈ സമരം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും വിവിധ പാർട്ടിയിൽപ്പെട്ടവരാകാം, നിങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടാകാം, പക്ഷേ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തോടാണ് ഞങ്ങളുടെ പ്രതിബദ്ധത. ഏത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ സമരത്തിന് പിന്തുണ കൊടുത്തത്. ഈ സമരത്തിൽ ആദ്യം ഇവിടെ വന്ന ഒരാൾ ഞാനായിരുന്നു. ആദ്യത്തെ നിങ്ങൾ ആദ്യമായ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള ഇവിടെ വന്ന് ഞാനായിരുന്നു. അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ വന്നത്. ഇവിടെ കോവിഡ് കാലത്ത്
എല്ലാ വീടുകളിലും പോയി നിങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. രാവും പകലും നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടും പാടുപെട്ടും നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുമ്പോൾ നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ന്യായമല്ലേ? PSC ചെയർമാന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കാം. ഹൈക്കോടതിയിലെ CPM വക്കീലന്മാർക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കാം. ആശാ വർക്കർമാര് 21,000 രൂപ വേണമെന്നുള്ള നിങ്ങളുടെ ആവശ്യവും വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലംസം എമൗണ്ട് വേണമെന്നുള്ള ആവശ്യവും എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല? പിന്നെ ടാർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകുമെന്ന് വിളിച്ച വിഡ്ഢികളാണ് അധികാരത്തിൽ. ടാർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകുമെന്നാണ് ഇവർ ധരിക്കുന്നത്. ഇവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ ടാർപ്പാളിനല്ല, ഇനി കസേര എടുത്തുകൊണ്ട് പോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത്. സമരങ്ങളോട് എന്ത് അലർജിയാണ് ഇവർക്ക്. എന്തെല്ലാം പറഞ്ഞത്? ഈർക്കിൽ പാർട്ടി അല്ലേ? ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങൾ. ഇന്നലെ ഈർക്കിൽ അല്ലെന്ന് കാണിച്ചു കൊടുത്തല്ലോ അല്ലേ? ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങൾ. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്? പാട്ടപ്പിരിവ് നടത്തുന്നവരാണ്. ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകളാണ് നിങ്ങള് ഇവിടെ പാട്ടപ്പിരിവ് നടത്തിയത്. പിന്നെ നിങ്ങളെ വിളിച്ചു കീടങ്ങൾ. സാംക്രമിക രോഗമാണ് പരത്തുന്നവരാണ്, കീടങ്ങളാണ് നിങ്ങൾ പറഞ്ഞു. ഏതെന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത്. സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ തന്നില്ല എന്നുള്ളതാണ്. എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറഞ്ഞത്. ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവശക്തി ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര തരംതാണ നിലയിൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും നടത്തുന്ന ഈ പോരാട്ടത്തെ വിലയിരുത്തുന്ന ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ സമരത്തിൽ ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, ആശാ വർക്കർമാരല്ല CITUവിന്റെ പേരിൽ സമരത്തിലുള്ളത്. എന്നോട് പലരും പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അങ്ങനെ അവരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. പല ആളുകളും എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്, ഞങ്ങൾക്ക് എന്തോ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴറിഞ്ഞ് ഞങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ആശാ വർക്കറുടെ കാര്യമാണ് പറയുന്നത്. തൊഴിലാളി ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നോ? ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇല്ലായിരുന്നു, ഒരു അംഗനവാടി ടീച്ചറും ഇല്ലായിരുന്നു, ഒരു അംഗനവാടി വർക്കറും ഇല്ലായിരുന്നു, ഹെൽപ്പറും ഇല്ലായിരുന്നു. ID കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സമരം നടത്തിയത്. അപ്പൊ നിങ്ങളുടെ സമരം വളരെ ന്യായമാണ്. ഈ ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുന്നത് വരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇയാളെന്താ ഇയാൾ രാജാവാണ്, രാജാവാണെന്നാണ് ഇയാളെ വിചാരം. എന്നാൽ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോ തന്നെ രോഷമായിരുന്നു. ഇയാൾ എന്താണ് വിചാരിക്കുന്നത്? ഇയാളെന്താ രാജാവാണ്? ഞാൻ നികൃഷ്ടജീവിയൊന്നും ഞാൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ല, പിന്നെ പരനാറി എന്ന് വിളിച്ചില്ല, എടാ ഗോപാലകൃഷ്ണൻ ഞാൻ വിളിച്ചില്ല. ഞാൻ മാന്യമായ ഭാഷയിലാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാ വിളിച്ചത്. അത് അദ്ദേഹത്തിന് സൂചിച്ചില്ല. ഇങ്ങനെ വലിയ ബഹളമായിരുന്നു അദ്ദേഹം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഈ അഹങ്കാരവും ധിക്കാരവും കേരളത്തിലെ ആശാ വർക്കർമാരോട് വേണ്ട എല്ലാം നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ്. നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ ഇവിടെ നേരുന്നു. ഇനി ആ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഇനി 300 തവണ ഇവിടെ വരേണ്ടി വന്നാലും നിങ്ങളോടൊപ്പം വരും, നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വ അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.